എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാർ അവരാണെങ്കിൽ ആ ഡോഫ്ലമിംഗോയെ കണ്ട് ഷോക്കായിട്ട് നിൽക്കുകയാണ്. ഡോഫ്ലമിംഗോ ആണെങ്കിൽ നമ്മുടെ ആൾക്കാർ നോക്കി ക്യാഷ്വലായിട്ട് ചിരിക്കും. ഓ, നിങ്ങൾ ഇവിടെ വന്ന് സ്റ്റക്കായോ? ഓക്കെ, കുഴപ്പമില്ല, നിങ്ങളെ രക്ഷപ്പെടുത്താനാണ് ഞാൻ ഇവിടേക്ക് വന്നതെന്ന് പറയും. അതിന് ലൂഫി അവൻ ഫുൾ കലിപ്പില് അവനെ ആഞ്ഞെട്ടിക്കും. പക്ഷെ ഡോഫ്ലമിംഗോ ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് ലൂഫിയുടെ കൈ അത് തട്ടി മാറ്റുകയാണ്. ലൂഫിയുടെ കൈ അതങ്ങനെ സ്പിൻ ചെയ്ത് ഓരോരോ ചുമരുകളിലായിട്ട് ആഞ്ഞെട്ടിക്കുകയാണ്. ഡോഫ്ലമിംഗോ അവരെ നോക്കി ക്യാഷ്വലായിട്ട് ചിരിച്ച് അവന്റെ കൈ അതിപ്പോ ഗണ്ണ് പോലെ അവന് നേരെ പോയിന്റ് ചെയ്യും. ട്രഫാൽഗർ ആണെങ്കിൽ നിലവിളിച്ച് പറയും, ലൂഫി ഓടിക്കോ, അവന്റെ അറ്റാക്കില് അത് പെടാനായിട്ട് പാടില്ല. ട്രഫാൽഗർ അത് പറഞ്ഞു തീരുമ്പോഴേക്കും അവന്റെ സ്പ്രിംഗ് പവർ വെച്ച് ബുള്ളറ്റ് പോലെ അറ്റാക്ക് ചെയ്യാണ്. ആ ബുള്ളറ്റ്സ് എല്ലാം തന്നെ ഇപ്പൊ ആ ബുള്ളിന്റെ ബോഡിയിലേക്ക് അങ്ങനെ ആഴ്ന്നിറങ്ങുകയാണ്. അത് ചോര തുളുമ്പി ഇപ്പൊ താഴേക്ക് വീഴും. ലൂഫി ആണെങ്കിൽ അതിനെ എഴുന്നേൽപ്പിക്കാനായിട്ട് ട്രൈ ചെയ്യാണ്. പക്ഷെ അതിനെ കൊണ്ടാണെങ്കിൽ ഒട്ടും വയ്യ. ട്രഫാൽഗർ ആണെങ്കിൽ ലൂഫിയോട് പറയും, അതിനെ കൊണ്ട് ഇനി എഴുന്നേക്കാനാവില്ല, നീ എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെട്ടു പോ. അതിനാ ഡോഫ്ലമിംഗോ, നിങ്ങൾക്കിനി എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനാവില്ല. പുറത്ത് കുറെ പേര് എന്നെ കൊല്ലണമെന്ന് പറഞ്ഞ് പുറവിളി കൂട്ടുന്നുണ്ട്. അവർക്കാർക്കും എന്റെ പവറിനെ കുറിച്ചൊരു ചുക്കും അറിയില്ല. അവരെയൊക്കെ എനിക്ക് സിമ്പിൾ ആയിട്ട് കൊല്ലാനായിട്ട് കഴിയും. ലൂഫി, നിന്റെ ആഗ്രഹവും എന്നെ കൊല്ലണം തന്നെയല്ലേ? പക്ഷേ നീ അതിന് ഈ ട്രഫാൽഗറിലോടെ കൂടെ കൂടിയത് ഒട്ടും ശരിയായില്ല. നിനക്ക് ആക്ച്വലി ഇവനെ കുറിച്ച് എന്തെങ്കിലും അറിയോ? ഇവനെ പോലെ ഇത്രയും ബാഡ് ആയിട്ടുള്ള ഒരാളുടെ കൂടെ കൂടിയത് ആണ് നീ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരെന്ന് പറയും. അതിന് ട്രഫാൽഗറിലോ അവനങ്ങനെ പല്ല് കടിക്കുകയാണ്. ഇവിടെ കയ്യിൽ ഓൾറെഡി ആ ഹാൻഡ് കഫ് ഉണ്ട്. അതില്ലായിരുന്നെങ്കിലോ അവൻ ഓടിപ്പോയി ഒറ്റയടിക്ക് ഡോഫ്ലമിംഗോയെ കൊന്നു കളഞ്ഞേനെ. ഡോഫ്ലമിംഗോ വീണ്ടും ഗൺ പോലെ അവന്റെ കൈ നമ്മുടെ ആൾക്കാർക്ക് നേരെ പോയിന്റ് ചെയ്യാണ്. ലൂഫിക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവനങ്ങനെ പകച്ചു നിൽക്കുന്ന സമയത്തായിരിക്കും ജീറ്റും അബ്ദുള്ളയും അവർ രണ്ടുപേരും ആടി വന്ന് ഇപ്പൊ ഡോഫ്ലമിംഗോയുടെ പുറകില് ആഞ്ഞു കുത്തുക. അപ്പോഴായിരിക്കും അവർ മറ്റൊരു കാര്യം തിരിച്ചറിയുക, ഇത് റിയൽ ഡോഫ്ലമിംഗോ അല്ല, അവന്റെ വെറും ഒരു ക്ലോണാണ്. അവനങ്ങനെ സ്ട്രിങ് ആയിട്ട് നിൽക്കുന്നത് കണ്ട് അവർ രണ്ടുപേരും പേടിച്ചു പോകും. ഫർഗർലോയ്ക്കാണെങ്കിൽ ഓൾറെഡി ഒരു സംശയം ഉണ്ടായിരുന്നു, ഇത് ഡോഫ്ലമിംഗോയുടെ ക്ലോൺ ആണോ എന്ന്. കാരണം ഡോഫ്ലമിംഗോ ഒരിക്കലും ഇത്ര പെട്ടെന്ന് കളത്തിലിറങ്ങി അത് വൈൻഡപ്പ് ചെയ്യില്ല. ഇറ്റി അബ്ദുള്ളയും ഇപ്പൊ വെള്ളത്തിലേക്ക് കടന്നു വന്ന് എങ്ങനെയെങ്കിലും നമ്മുടെ രണ്ടാൾക്കാരെയും കരയിലേക്ക് വലിച്ചിടാൻ ശ്രമിക്കും. അവർക്ക് രണ്ടുപേർക്കും ഡബിൾ ഫ്രൂട്ടിന്റെ പവർ ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയൂ. കട്ട് ചെയ്താ ഇപ്പൊ കൈറോസിനെ കാണിക്കും. കൈറോസ് ആണെങ്കിൽ ആളുടെ ഒറ്റക്കാലിൽ എടുത്തു ചാടി ഇപ്പൊ ഡോഫ്ലമിംഗോയെ ലക്ഷ്യാക്കി പോവാണ്. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ഒരു വില്ലൻ അവൻ കൈറോസിനെ ഗണ്ണൊക്കെ ഉപയോഗിച്ച് അങ്ങനെ എയിം ചെയ്ത് നിൽക്കുകയാണ്. കൈറോസിനെ കൊല്ലുകയാണെങ്കിൽ അവനെ കൊണ്ട് ഡോഫ്ലമിംഗോയുടെ ഫാമിലിയിൽ ചേരാൻ പറ്റും. ആ ഒരു ഒറ്റ ലക്ഷ്യം മനസ്സിൽ വെച്ച് അവൻ കൈറോസിനെ ഷൂട്ട് ചെയ്യും. പക്ഷെ എന്താ, ജസ്റ്റ് മിസ്സിന് നമ്മുടെ കൈറോസ് അവൻ തെന്നി മാറുകയാണ്. കൈറോസ് ആണെങ്കിൽ തിരിഞ്ഞു നോക്കും, അവനെ ഷൂട്ട് ചെയ്ത ആളെ കറക്റ്റായിട്ട് അവൻ കാണും. ആക്ച്വലി ഒരു അപ്പാപ്പനാണ് ആ ഷൂട്ട് ചെയ്ത പൈലറ്റിന്റെ ഗണ്ണ് അത് തട്ടി മാറ്റിയത്. കൈറോസ് ചാടി വന്ന് ആ പൈലറ്റിന്റെ തലയ്ക്ക് ഒരു ഒറ്റ അടി. അതിനുശേഷം ആ അപ്പാപ്പൻ്റെ അടുത്തേക്ക് വരും. താങ്ക് യു വെരി മച്ച്, നിങ്ങളാണ് എന്റെ ജീവൻ രക്ഷിച്ചതെന്ന് പറയും. ഉടനെ ആ അപ്പാപ്പനാണെങ്കിൽ ഒരു ഗണ്ണെടുത്ത് കൈറോസിന് നേർക്ക് നീട്ടും. എന്നോട് ക്ഷമിക്കണം, എനിക്ക് എന്റെ ഫാമിലിയെ രക്ഷിക്കണമെങ്കിൽ നിന്നെ കൊന്നേ പറ്റൂ. അതിന് കൈറോസ് ആണെങ്കിൽ ഇപ്പൊ അദ്ദേഹത്തോട് പറയും, എനിക്കറിയാം നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണെന്ന്. ആക്ച്വലി ഇത്രയും കാലവും ഡോഫ്ലമിംഗോ നമ്മളെ എല്ലാവരെയും ഒരുപാട് ഉപദ്രവിച്ച് കോമാളി കളിപ്പിക്കുകയായിരുന്നു. ഇപ്പോഴും അവൻ നിങ്ങളെ യൂട്ടിലൈസ് ചെയ്യാണ്. എന്നെ കൊന്ന് നിങ്ങളെ വീണ്ടും അവന്റെ അടിമകളാക്കാനാണ് ഇത്തരത്തിലൊരു സൂത്രം അവൻ പ്രയോഗിക്കുന്നത്. പക്ഷെ നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. അവനെ ഉറപ്പായാലും എന്റെ കൈകൊണ്ട് ഞാൻ തന്നെ കൊന്ന് നിങ്ങളെ എല്ലാവരെയും പഴയതുപോലെ പ്രൊട്ടക്ട് ചെയ്യും. അത് കേട്ട് അപ്പാപ്പൻ ഗൺ താഴെ വെച്ച് അങ്ങനെ വണങ്ങി നിൽക്കും. മറ്റൊരു ഭാഗത്ത് ഇവിടെ അബ്ദുള്ളയും ചീറ്റയും അവർ രണ്ടുപേരും ലൂഫിയെയും ഫർഗർലോയെയും വലിച്ച് കരയ്ക്കേക്ക് കയറ്റും. അതിനുശേഷമായിരിക്കും ഒരു ഫ്ലാഷ് ബാക്ക് പറയുക, അവർ രണ്ടുപേരും ചുമരിലിടിച്ച് താഴെ വീണതിന്റെ തൊട്ട് പിന്നാലെ ആ ബ്രദേഴ്സ് വില്ലന്മാര് അവര് ലൂഫിയെ കൊല്ലാനായിട്ട് അകത്തേക്ക് കയറി വന്നു. അവരെ ഡോഫ്ലമിംഗോ തല്ലിക്കൊന്നാണ് ഇപ്പൊ ലൂഫിയുടെ അടുത്തേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വന്നത്. അവിടെ അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത കൈറോസ് ആണെങ്കിൽ ഇപ്പൊ ലെവൽ 1-ലെത്തി. പക്ഷെ അവിടെ എത്തുമ്പോ അവിടെ പ്രത്യേകിച്ച് ആരെയും കാണാനുണ്ടാവില്ല, കുറെ ഡെഡ് ബോഡികൾ മാത്രം. അവന് പിടിയിട്ടും അവർ മിക്കവാറും ലെവൽ 2-ലേക്ക് പോയിട്ടുണ്ടാവും. കൈറോസ് ആണെങ്കിൽ ഇപ്പൊ ലൂഫിയൊക്കെ ഉള്ള ആ ടണൽ കാണും. അവിടെ ലൂഫിയുടെ ശബ്ദം കേട്ട് അവൻ അവിടേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. അതേസമയം ലെവൽ 2-ല് ഡോഫ്ലമിംഗോയുടെ അസിസ്റ്റൻസ് അവർക്കാണെങ്കിൽ അവരുടെ ആൾക്കാരെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവർക്കൊരിക്കലും നമ്മുടെ ആൾക്കാരുമായിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ കഴിയില്ല എന്ന്. അപ്പോഴായിരിക്കും അവിടേക്ക് വലിയൊരു ശബ്ദം കേൾക്കുക. മാത്രമല്ല
ആ വില്ലന്മാർ നിൽക്കുന്ന സ്ഥലമൊക്കെ അങ്ങനെ തകർന്ന് ഒരു കൈ പുറത്തേക്ക് വരും. ആ കൈ അത് മറ്റാരുടെയല്ല, സാക്ഷാൽ നമ്മുടെ സ്ട്രോഹ ലൂഫിയുടെ കൈയാണ്. അവന്റെ ഹോക്കി പവർ ഉപയോഗിച്ച് ആ ടണലാഞ്ഞെട്ടിച്ച് ഇപ്പൊ മുകളിലേക്ക് വന്നിരിക്കുകയാണ്. അവർക്കാണെങ്കിൽ ആ കൈ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് കാർപ്പിന്റെ ഗ്രാൻഡ് സൺ ലൂഫിയുടെ കൈയാണെന്ന്. ഒരു വലിയ പാറ അത് അവർക്ക് നേരെ പറന്നു വരും. അത് കണ്ട ഗ്ലാഡിയസ് അവനാണെങ്കിൽ ആ പാറ തകർക്കുകയാണ്. താടിക്കാരൻ അപ്പാപ്പനാണെങ്കിൽ ഇപ്പൊ വീണ്ടും ആ വില്ലന്മാർ ലക്ഷ്യമാക്കി ഉഷാറായിട്ട് ചാടി ഓടും. അതേസമയം ഇവിടെയാണെങ്കിൽ ആ ശബ്ദം കേട്ട് കൈറോസ് ആ ഭാഗത്തേക്ക് ഓടുകയാണ്. ലൂഫി ആണെങ്കിൽ അവൻ പഞ്ച് ചെയ്തുണ്ടാക്കിയ ആ വലിയ കുഴി അത് നോക്കും. അതുവഴി എങ്ങനെയെങ്കിലും ഇനി അവനും ട്രഫാൽഗറിലേക്കും മുകളിലേക്ക് പോകണം. ലൂഫി ആ ബുള്ളിനെ ഇപ്പൊ ചീറ്റയുടെയും അബ്ദുള്ളയുടെയും കയ്യിൽ ഏൽപ്പിക്കും. നിങ്ങൾ വേണം ഇവനെ നോക്കാനെന്ന് പറഞ്ഞ് ഇപ്പോ അവൻ അതുവഴി മുകളിലേക്ക് പോവാണ്. വില്ലന്മാരാണെങ്കിൽ ആയുധങ്ങളൊക്കെ എടുത്ത് ആ കുഴിയിലേക്ക് നോക്കി നിൽക്കുകയാണ്. അപ്പോ ഒരു കൈ അതങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് മുകളിലേക്ക് വന്ന് അതിന്റെ ബ്രിമ്മില് പിടിക്കും. അടുത്ത നിമിഷം ലൂഫി അവന്റെ പവർ ഉപയോഗിച്ച് മുകളിലേക്ക് ചാടി വരികയാണ്. ലൂഫിയെ കാണേണ്ട താമസം ആ ഡോക്ലി വില്ലന്മാര് അവര് രക്ഷിക്കടാ എന്ന് നിലവിളിച്ച് അവിടുന്ന് ഓടും. കട്ട് ചെയ്ത സാബോയും ആ ബ്ലൈൻഡ് നേവി ഓഫീസറും അവർ രണ്ടുപേരും ഇപ്പൊ വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് പൊരിഞ്ഞ അട്ടിയിടി ഫൈറ്റ്. അവരുടെ ഫൈറ്റിന്റെ പവറിൽ അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ തകർന്ന് തീയൊക്കെ അങ്ങനെ ആളി പടർന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളും പൈററ്റ്സും അവിടെ ഉണ്ടായിരുന്ന ബാക്കി നേവി സോൾജേഴ്സും എല്ലാവരും പേടിച്ച് ഇപ്പൊ ദൂരേക്ക് മാറി നിൽക്കും. ബ്ലൈൻഡ് മാൻ ആണെങ്കിൽ ഗ്രാവിറ്റി പവർ അതുപയോഗിച്ച് എങ്ങനെയെങ്കിലും സാബുവെ പിടിച്ചടക്കാൻ ശ്രമിക്കും. പക്ഷെ സാബു അവൻ ഫയർ പവർ വെച്ച് അദ്ദേഹത്തെ റെസിസ്റ്റ് ചെയ്യാണ്. അദ്ദേഹത്തിന് മനസ്സിലാവും സാബുവിന്റെ പവർ അത് വളരെ കൂടുതലാണെന്ന്. എനിക്ക് നന്നായിട്ട് അറിയാം, നീ ഒട്ടും നിസ്സാരക്കാരനല്ല. മാത്രമല്ല നീ ആർമിയുടെ സെക്കൻഡ് ക്യാപ്റ്റനാണ്. ഡ്രാഗന് ശേഷം നീ ആയിരിക്കും ഇനി അവരെ നയിക്കാൻ പോകുന്നതെന്നും എനിക്കറിയാം. അങ്ങനെയുള്ള നിന്റെ പവർ അതൊട്ടും നിസ്സാരമായിരിക്കില്ല. പക്ഷെ എങ്ങനെയെങ്കിലും ഈ ഫൈറ്റിൽ എനിക്ക് നിന്നെ തോൽപ്പിച്ചേ പറ്റൂന്ന് പറഞ്ഞ് ആളാണെങ്കിൽ വീണ്ടും സാബുവായിട്ട് പൊരിഞ്ഞ അടിയിടി ബഹളം. അതേസമയം ഫ്രാങ്കി ആണെങ്കിൽ ആ പിങ്ക് വില്ലനുമായിട്ട് അടി കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഉടനെ ലിറ്റിൽ പീപ്പിൾ ഒരാൾ വിളിച്ചു പറയും, ഫ്രാങ്കി എങ്ങനെയെങ്കിലും അല്പനേരം കൂടെ അവനോട് ഫൈറ്റ് ചെയ്ത് പിടിച്ചു നിൽക്ക്. ഫാക്ടറിയുടെ ഡോറ് അത് തുറക്കാൻ എന്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്, ഞങ്ങളത് എങ്ങനെയെങ്കിലും തുറക്കാന്ന് പറഞ്ഞ് അവർ ആ ഡോറിനടുത്തേക്ക് പോകും. പക്ഷെ ഇവിടെ ഫ്രാങ്കി അവൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപേ ആ പിങ്ക് വില്ലൻ ഫ്രാങ്കിയെ കാലേ വാരി നിലത്തൊരൊറ്റ അടി. അതേസമയം ഇവിടെ ജനങ്ങള് അവര് മുകളിലേക്ക് നോക്കി ഗണ്ണൊക്കെ പോയിന്റ് ചെയ്ത് നിൽക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, റോബിനും പച്ചത്തലയിലും റബേക്കയൊക്കെ പറന്നു പോകുന്നു. അവരിൽ 2 പേർക്ക് ബൗണ്ടറി ഉണ്ട്. സോ അവരെ കൊല്ലുകയാണെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് പോയിന്റ്സ് ഗെയിൻ ചെയ്യാന്ന് പറഞ്ഞ് അവർ അച്ചറം പൊച്ചറും ഇപ്പൊ ഷൂട്ട് ചെയ്യും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ തലനാരഴയ്ക്ക് ആ ബുള്ളറ്റ്സിൽ നിന്നെല്ലാം രക്ഷപ്പെടും. പച്ചത്തലയിലാണെങ്കിൽ അവന്റെ ബാരിയർ പവർ അത് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ഫിംഗേഴ്സ് ക്രോസ് ചെയ്യാതെ അവനെ കൊണ്ടത് പറ്റില്ല. ഓൾറെഡി മുകളിൽ ആ ചരടിൽ പിടിച്ചു നിൽക്കായതുകൊണ്ട് വിട്ട് ഫിംഗേഴ്സ് ക്രോസ് ചെയ്താൽ പിന്നെ അവന് ജീവൻ ഉണ്ടാവില്ല. സോ വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് അവന്റെ 18ാമത്തെ അടവ് അത് പുറത്തെടുക്കുകയാണ്. അവന്റെ ഹിപ്പ് അതങ്ങനെ ഷെയ്ക്ക് ചെയ്ത് അവൻ പാലസിൽ ഒന്നിനു പോയതുപോലെ പാന്റ് താഴേക്കിട്ട് യൂറിനേറ്റ് ചെയ്യാൻ തയ്യാറാവും. അത് കണ്ട് താഴെ ഉണ്ടായിരുന്നവരെല്ലാവരും പച്ചത്തലയെ പച്ചത്തെറി വിളിച്ച് 4 ഭാഗത്തേക്ക് ഓടും. കട്ട് ചെയ്ത ആ ഫ്ലവർ ഫീൽഡിലൂടെ സാക്ഷാൽ ബെലമി അവനാണെങ്കിൽ ഡോഫ്ലമിംഗോയെ ലക്ഷ്യമാക്കി നടന്നു വരികയാണ്. ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു എങ്ങനെയെങ്കിലും ഡോഫ്ലമിംഗോയുടെ ഫാമിലിയിൽ ചേരുക എന്ന്. പക്ഷെ അതേ ഡോഫ്ലമിംഗോ തന്നെ അവനെ കൊല്ലാനായിട്ട് ഒരുത്തനെ പറഞ്ഞയക്കുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഇവിടെ ഡോഫ്ലമിംഗോ ആണെങ്കിൽ ഒരു കീ കയ്യിൽ വെച്ച് അത് മുകളിലേക്ക് ടോസ് ചെയ്ത് കളിക്കുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ ഇപ്പോൾ ജനങ്ങളെല്ലാവരും ഒരാളെ കണ്ട് പേടിക്കുകയാണ്. ഇത് മറ്റാരെയല്ല, സാക്ഷാൽ ട്രഫാൽഗർ ലോയയാണ്. കുഞ്ഞൻ ട്രഫാൽഗർ ലോയ ആണെങ്കിൽ ഇപ്പൊ ഡോഫ്ലമിംഗോയോട് പറയും, എനിക്ക് നിന്റെ ടീമിൽ ചേരണം. എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം വലിയ വലിയ ബിൽഡിങ്ങുകൾ തകർക്കുന്നതും മറ്റുള്ളവരെ കൊല്ലുന്നതും ഒക്കെ ചെയ്യാനായിട്ടാണ്. ലോയുടെ ചെറുപ്പത്തിലുള്ള ആഗ്രഹം കേട്ട് നമ്മുടെ ഡോഫ്ലമിംഗോ അവൻ ഒരു സെക്കൻഡ് ഫ്രീസ് ആവും. ആ ടൈമില് ട്രഫാൽഗർ ലോയുടെ കണ്ണിൽ കണ്ട ആ ഒരു കൊലവെറി അതിപ്പോഴും ഡോഫ്ലമിംഗോ മറന്നിട്ടില്ല. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ട്രഫാൽഗർ ലോയെ കാണിക്കും. ആളാണെങ്കിൽ ലൂഫിയുടെ കയ്യിൽ ചുരുണ്ട് കിടക്കുകയാണ്. ലൂഫി ആണെങ്കിൽ ഫയറായിട്ട് അങ്ങനെ ഓടി വരുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.